أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا بالله ورسوله والكتاب الذي أنزل من قبل ومن يكفر بالله وملائكته وكتبه ورسله واليوم الآخر فقد ضل ضلالا بعيدا. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹുവിൻ്റെ നിയമങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി പാലിച്ചുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണേ എന്ന് എന്നോടും എല്ലാവരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം സൂറത്തു നിസായിലെ 136-ാമത്തെ സൂക്തമാണ് ഞാൻ നിങ്ങളെ ഓതിക്കേൾപ്പിച്ചത്. ഇസ്ലാമിലെ വിശ്വാസ സിദ്ധാന്തങ്ങളിൽ മൗലിക പ്രധാനമായ എല്ലാ വിഷയങ്ങളും ഈ ഒരായത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നത് ഒരു സത്യമാണ്. അല്ലാഹു പറയുന്നത് സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ടാണ്. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ആമിനു ബില്ലാഹി വറസൂലിഹി, നിങ്ങൾ അല്ലാഹുവിലും അവൻ്റെ ദൂതരിലും വിശ്വസിക്കണം. വൽ കിതാബില്ലദീ നസ്സല അലാ റസൂലിഹി, അല്ലാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ അവതരിപ്പിച്ച പരിശുദ്ധ ഖുർആനിലും നിങ്ങൾ വിശ്വസിക്കണം. വൽ കിതാബില്ലദീ അൻസല മിൻ ഖബ്ൽ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥങ്ങൾ, തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ, അതേപോലെയുള്ള മറ്റ് ഏടുകൾ, ഇതിലും നിങ്ങൾ വിശ്വസിക്കണം. എന്നിട്ട് പറയുന്നത് വമൻ യക്ഫുർ ബില്ലാഹി വമലായികതിഹി, അല്ലാഹുവിലും അവൻ്റെ മലായികത്തുകളിലും, വകുതുബിഹി അവൻ്റെ വേദഗ്രന്ഥങ്ങളിലും, വറുസുലിഹി അവൻ്റെ ദൂതന്മാരിലും, വൽ യൗമിൽ ആഖിർ അന്ത്യദിനത്തിലും നിഷേധിക്കുന്നവരാരോ ഫഖദ് ളല്ല ളലാലം ബഈദ, അവർ അങ്ങേയറ്റത്തെ വഴികേടിലാണ്, വിദൂരമായ വഴികേടിലായിരിക്കുന്നു അവർ എന്നാണ് ഈ ആയത്തിൻ്റെ അർത്ഥം. വളരെ കൃത്യമാണ്. ഏതൊരാൾക്കും, ഏതൊരു മുസ്ലിമിനും, ഏതൊരു മുഅ്മിനിനും വളരെ ലളിതമായി തൻ്റെ വിശ്വാസം എങ്ങനെ രൂപപ്പെടുത്തിയെടുക്കണം, തൻ്റെ പരലോക മോക്ഷത്തിനു വേണ്ടിയുള്ള തൻ്റെ പ്രവർത്തനം എന്തായിരിക്കണം എന്ന് വളരെ കൃത്യമായി, സംക്ഷിപ്തമായി അല്ലാഹു തആല ഈ ഒരു സൂക്തത്തിലൂടെ അവതരിപ്പിച്ചിരിക്കുകയാണ്. ലോകത്ത് എക്കാലത്തും എല്ലാ മനുഷ്യരും ആൺപെൺ വ്യത്യാസമില്ലാതെ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സംഗതി സമ്പൽ സമൃദ്ധിയോടുകൂടി തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന അവിതർക്കിതമായ ഒരു സംഗതിയായി. ആർക്കും അഭിപ്രായ വ്യത്യാസമല്ല. ഏതൊരാളോട് ചോദിച്ചാലും ഇതേ ഒരു ഉത്തരം കിട്ടും.
വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കണം. അങ്ങനെയാണ് എല്ലാവരുടെയും ആഗ്രഹം. സംഗതി അങ്ങനെയാണെങ്കിലും ചിലർക്ക് അവിടെ എത്തിപ്പെടാൻ കഴിയുന്നില്ല. എന്തെല്ലാം ഏർപ്പാടുകൾ ചെയ്യുന്നുണ്ട്. ഓരോ നിലക്കും തൻ്റെ ജീവിതം ഭംഗിയാക്കുന്നതിന് വേണ്ടി, തൻ്റെ കുടുംബത്തെ സന്തോഷഭരിതമാക്കുന്നതിന് വേണ്ടി തന്നാൽ കഴിയുന്നത്ര ഓരോരുത്തരും പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ അങ്ങ് എത്തുന്നില്ല. ചെയ്യുന്ന ഏർപ്പാടുകളിൽ കൃത്യമായി വിജയം കാണുന്നില്ല, രക്ഷ കിട്ടുന്നില്ല. ദാരിദ്ര്യമുണ്ട്, വീണ്ടും ദാരിദ്ര്യത്തിലേക്ക് തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ചില ആളുകളുണ്ട്. വേറെ ചില ആളുകൾ അത് ഇത്ര പെട്ടെന്ന് അവിചാരിതമായി നേട്ടം കൊയ്തെടുക്കുന്ന ആളുകളുണ്ട്. ചെയ്യുന്നതെല്ലാം, തൊടുന്നതെല്ലാം പൊന്നാവുന്ന, എന്ത് ചെയ്താലും അവിടെ വിജയം കാണുന്ന, അങ്ങനെ വിജയശ്രീലാളിതരായി ജീവിക്കുന്ന ആളുകളും ഈ സമൂഹത്തിലുണ്ട്. അപ്പോൾ ഈ പുരോഗതിയായിരുന്നാലും അധോഗതിയാണെങ്കിലും ശരി, എന്തുകൊണ്ട്, എന്താണിതിന് കാരണം? നമ്മളെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇതിന് കൃത്യമായ കാരണം പരിശുദ്ധ ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. അത് നമ്മൾ ഉൾക്കൊണ്ടാൽ പിന്നെ പ്രശ്നങ്ങളില്ല. എന്തുകൊണ്ടാണ് ഈ നിമ്നോന്നത, ഈ മാറ്റം, ഈ രണ്ടു തരത്തിലുള്ള ഒരവസ്ഥ എന്തുകൊണ്ട് വരുന്നു? ഇതാരാണ് ഇതിൻ്റെ പിന്നിലുള്ളത്? പരിശുദ്ധ ഖുർആൻ അതിനൊരു കാരണം നമ്മൾക്ക് പറഞ്ഞു തരുന്നത് ഇന്നല്ലാഹ യബ്സുതു റിസ്ഖ ലിമൻ യശാഉ വയഖ്ദിറു. വളരെ കൃത്യമായ ഉത്തരമാണ്. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, യബ്സുതു റിസ്ഖ, റിസ്ക് നൽകുന്നതാരാ? അല്ലാഹുവാണ്. അത് വിശാലമാക്കി തരുന്നത് അല്ലാഹുവാണ്. ലിമൻ ഷാഅ, പക്ഷേ ഇവിടെ ഒരു ക്ലോസ്, അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക്. അപ്പം ഈ വ്യത്യാസം എങ്ങനെ ഉണ്ടാകുന്നു എന്നതിൻ്റെ ഉത്തരം കിട്ടി. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവൻ നൽകുന്ന റിസ്കിൽ, അവൻ നൽകുന്ന ഭക്ഷണത്തിൽ അള്ളാഹു തആല വിശാലത നൽകുന്നു. വയഖ്ദിറു, അതോടൊപ്പം പരിമിതപ്പെടുത്തേണ്ടതെടുത്ത് വളരെ കൃത്യമായി അള്ളാഹു തആല അത് പരിമിതപ്പെടുത്തുകയും ചെയ്യും. അള്ളാഹു തആല കൊടുക്കും, അള്ളാഹു തആല കൊടുക്കും. പക്ഷെ അവിടെ അള്ളാഹു പരിമിതപ്പെടുത്തേണ്ടടുത്ത് കൃത്യമായി അള്ളാഹു തആല പരിമിതപ്പെടുത്തുകയും ചെയ്യും. അപ്പൊ ഈ പറഞ്ഞതിൽ ഒരു കാര്യം സത്യമുണ്ട്. ഇതൊന്നും നമ്മുടെ ആരുടെയും നിയന്ത്രണത്തിലല്ല. ഈ വിശ്വാസമാണ് നമ്മൾ നിലനിർത്തേണ്ടത്. ഇതൊന്നും നമ്മുടെ ആരുടെയും നിയന്ത്രണത്തിലല്ല. നമ്മൾ ഇങ്ങനെ അഹങ്കരിച്ചിട്ട് കാര്യമില്ല. നമ്മൾക്ക് നമ്മൾ ചെയ്യുന്ന ഏർപ്പാടുകളിൽ വിശാലത കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അഹങ്കരിക്കണ്ട, നമ്മൾ വല്ലാതെ പുളകം കൊള്ളണ്ട. ഇതിനൊരു അന്ത്യമുണ്ടെന്ന വിശ്വാസത്തോടു കൂടിയുള്ള ജീവിതമാണ് നമ്മൾ നടത്തേണ്ടത്. അതേത് രംഗത്താണെങ്കിലും ശരി, ഏത് പ്രവർത്തന മേഖലകളിലാണെങ്കിലും ശരി, ഇതിനൊക്കെ പരിധികളുണ്ട്. അല്ലാഹു തആല അതൊക്കെ വീക്ഷിക്കുന്നുണ്ട്. അപ്പൊ ഇത് അല്ലാഹു തആലയുടെ തീരുമാനമനുസരിച്ച് മാത്രമേ ഇത് നടക്കൂ എന്നതാണ്. അപ്പൊ അല്ലാഹു വീണ്ടും പരിശുദ്ധ ഖുർആനിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്, ഈ വെറുതെ കിട്ടുന്നതല്ല ഇതൊന്നും. ഈ ഐശ്വര്യവും ധന്യതയും ഇതൊന്നും വെറുതെ കിട്ടുന്നതല്ല. അല്ലാഹു തആല ആർക്ക് കൊടുക്കണം, ഇതാർക്കെല്ലാം വീതിച്ചു കൊടുക്കണം, ഇതൊക്കെ അല്ലാഹുവിന്റെ മാത്രം നിയന്ത്രണാധികാരത്തിലുള്ളതാ. അതുകൊണ്ട് അല്ലാഹ് പറയുന്നു, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ വയർസുഖുഹു മിൻ ഗൈരി ലാ യഹ്തസിബ് വമൻ യതവക്കൽ അലല്ലാഹ് ഫഹുവ ഹസ്ബുഹു. വളരെ കൃത്യം, ഒരു സംശയവുമില്ല. വമൻ യത്തഖില്ലാഹ, ആരാണ് അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവൻ ജീവിക്കുന്നത്, അള്ളാഹുവിന്റെ നിയമങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് ആരാണ് ജീവിക്കുന്നത്, യജ്അൽ ലഹു മഖ്റജ,
അവർക്ക് കൃത്യമായ ഒരു തുറസ് അവരുടെ ജീവിതത്തിൽ അല്ലാഹു തആല നൽകിക്കൊണ്ടിരിക്കും. വയർസുഖുഹു, അവൻ ഭക്ഷണം നൽകും, അവൻ വിശാലത നൽകിക്കൊണ്ടിരിക്കും. മിൻ ഗൈരി ലാ യഹ്തസിബ്, നിനച്ചിരിക്കാത്ത നിലയിൽ അപ്രതീക്ഷിതമായി എന്തെല്ലാം സുഖസൗകര്യങ്ങൾ നമ്മൾക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ ലഭിക്കുന്ന സംഗതികൾക്ക് നമ്മൾ എവിടെയെങ്കിലും എപ്പോഴെങ്കിലും അള്ളാഹുവിന് നന്ദി കാണിക്കാറുണ്ടോ? ഇതാ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ലാഹു തആല നമ്മൾ ചിന്തിക്കാത്ത സമയത്ത്, നമ്മൾ ആലോചിച്ചിട്ട് പോലും ഉണ്ടാകൂല, പക്ഷേ അള്ളാഹുവിന്റെ നിഅമത്ത് നമ്മൾക്ക് നൽകിക്കൊണ്ടിരിക്കും. അത് വെറുതെ കിട്ടുന്നതല്ല. വമൻ യതവക്കൽ അലല്ലാഹ്, അള്ളാഹുവിൽ തവക്കുലാക്കുന്നതാരാണോ ഫഹുവ ഹസ്ബുഹു, അവനെ സംബന്ധിച്ചിടത്തോളം അവൻ അത് മാത്രം മതി. അള്ളാഹുവിലെല്ലാം വരമേൽപ്പിക്കണം നമ്മൾ. അള്ളാഹുവിന് നമ്മൾ തവക്കൽതു അലല്ലാഹ്, നമ്മൾ അള്ളാഹുവിന് വരമേൽപ്പിക്കുവാൻ തയ്യാറുണ്ടോ എങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം, ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളവും അവൻ അത് തന്നെ മതി എന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പൊ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ അധന്യതയുടെയും ഐശ്വര്യത്തിന്റെയും മാനദണ്ഡം എന്ന് പറയുന്നത് 1 തഖ്വയാണ്, 2 വിശ്വാസമാണ്, ഈമാനാണ്. ഇത് രണ്ടും കൃത്യമല്ലേ? ഈമാൻ കൃത്യമല്ലേ? അതിൽ വല്ല കളങ്കവും ചേരുന്നുണ്ടോ? അവന് വിശ്വാസരംഗത്ത് പാളിച്ചകൾ സംഭവിക്കുന്നുണ്ടോ എങ്കിൽ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾക്ക് നമ്മൾ പാത്രീഭൂതരാകും എന്നത് ഏതൊരു വിശ്വാസിയും മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം ഈമാനുള്ള തഖ്വയുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ എപ്പോഴും അവന് കിട്ടുന്നതിൽ അവൻ സംതൃപ്തനായിരിക്കുമെന്നതാണ്. ഇനിയും കിട്ടണം, ഇനിയും കിട്ടണം, ഇനിയും ഉണ്ടാകണം എന്ന് ചിന്തിക്കുന്നതിന് പകരം കിട്ടിയതിൽ അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നിടത്തേക്കെത്തും. ഖദ് അഫ്ലഹ മൻ അസ്ലം, കൃത്യമായി അള്ളാഹുവിൽ കീഴ്പ്പെട്ടിട്ടുള്ളവൻ, അള്ളാഹുവിനെ കീഴൊതുങ്ങി ജീവിക്കുന്നവൻ വിജയം വരിച്ചവനാണ് എന്ന് മാത്രമല്ല, അള്ളാഹു അവന് നൽകിയിട്ടുള്ള എന്തൊക്കെയുണ്ടോ അതിൽ അവൻ സംതൃപ്തനായിരിക്കും. അങ്ങനെയാ ഏത് സമയത്തും നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറയണം. നമ്മൾ ഉള്ളതിനെ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട്, അള്ളാഹുവിനെ ശുക്ർ ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. ഇനി ഇതൊക്കെ ഒരു വിശ്വാസത്തിന്റെ, ഈമാനുള്ള ആളുകളുടെ സ്വഭാവ ലക്ഷണമാണ്. എന്നാൽ ഇതിന്റെ നേരെ മറുവശമുണ്ട്. ഇതിൽ കുറവ് സംഭവിക്കുമ്പോൾ, ഏതിൽ? വിശ്വാസത്തിൽ പോരായ്മ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ അതിൽ കളങ്കം, അതിൽ മായം ചേരുമ്പോൾ. കൃത്യമായ വിശ്വാസമല്ല, നിസ്കരിക്കൂ, എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ പോരാ. അങ്ങനെയൊക്കെ ചെയ്യുന്ന, അള്ളാഹ്ക്ക് ചെയ്യുന്ന ഇബാദത്തുകളിൽ, ആരാധനകളിലൊക്കെ മായം ചേർക്കുന്ന, അതിലൊക്കെ കള്ളത്തരം കാണിക്കുന്ന ആളുകൾ, അവർ ഈ പരീക്ഷണങ്ങൾക്ക് വിധേയമാകുമെന്ന് മാത്രമല്ല, അവരെ അന്ധവിശ്വാസത്തിലേക്ക് അവരെ കൊണ്ടുപോയി ചാടിക്കുമെന്നതാണ്. ഈമാൻ നഷ്ടപ്പെടുമ്പോൾ അവർ പിന്നെ പോവുക അതിൻ്റെ നേരെ ഓപ്പോസിറ്റിലേക്കാണ്. അത് അന്ധവിശ്വാസത്തിലേക്കാണ്. അപ്പൊ ഇവൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, കുറുക്കു വഴികൾ തേടും. പെട്ടെന്ന്, അതാണല്ലോ ഇന്ന് നടക്കുന്നത്, പെട്ടെന്ന് പണം ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് ചെയ്യുന്ന ഒരു സംഗതിയും, എളുപ്പത്തിൽ പണമുണ്ടാക്കണം എന്ന് വിചാരിച്ച് ചെയ്യുന്ന ഒരു സംഗതിയും വിജയം കാണുകയില്ല. ഒരു സംശയവുമില്ല കാര്യത്തിൽ. അവിടെയാണ് നമ്മുടെ ഈമാനിനെ നമ്മുടെ അളവുകോൽ വെച്ച് നമ്മൾ അളക്കേണ്ടത്. അപ്പൊ ഈ വിശ്വാസരാഹിത്യം, അതിൽ കളങ്കമുണ്ടാകുമ്പോൾ, പോരായ്മകൾ സംഭവിക്കുമ്പോൾ നമ്മൾ കുറുക്കു വഴികൾ തേടും, പിന്നെ ദുർമന്ത്രങ്ങളിൽ എത്തിച്ചേരും, ആഭിചാരക്രിയകളിലേക്ക് എത്തിച്ചേരും, ഹോമത്തിനും അതുപോലെ ഏലസും അതുപോലെ തകിടുമായി ഇങ്ങനെ ഐക്കല്ലുമായി ചരടും കെട്ടി ഇങ്ങനെ നടക്കും. പിന്നുണ്ടാകുന്ന അവസ്ഥ, ശരീരം ഷർട്ട് അഴിച്ചു നോക്കിയാൽ എല്ലാ ഭാഗത്തും നൂല് കാണാം, ചരട് കാണാം. ഈ ചരട്, ഈ നൂല് ഇവനെ രക്ഷിക്കും എന്ന് വിചാരിച്ചിട്ട് കെട്ടുന്നതല്ല ഇത്, അല്ലാതെ വെറുതെ കെട്ടുന്നതല്ലല്ലോ.
അതോടുകൂടി അവന്റെ ഈമാൻ പോയില്ലേ? എന്നെ രക്ഷപ്പെടുത്തുന്നത് ഈ ഏലസാണെന്ന് വിചാരിച്ചാൽ, എൻ്റെ വീട് ഭംഗിയാക്കി അല്ലെങ്കിൽ എത്രയും വേഗം എൻ്റെ വീട് ഉഷാറാകണമെന്ന് വിചാരിച്ച് നമ്മൾ എവിടെയെങ്കിലും സങ്കേതങ്ങളിൽ പോയി അവിടെ നിന്ന് കിട്ടുന്നത് നമ്മുടെ ശരീരത്തിൽ നമ്മൾ ബന്ധിക്കുന്നതോടുകൂടി നമ്മൾ മുശ്രിക്ക, നമ്മൾ ശിർക്ക് ചെയ്തവരാണ്, നമ്മൾക്ക് നിർഭയത്വമില്ല. പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ, വിശ്വസിക്കണം, അതേപോലെ ഈമാനിനെ നമ്മൾ ഉൽമുമായി കൂട്ടിക്കലർത്തരുത്. ഈമാനിനെ നമ്മൾ മായം ചേർക്കാതെ കൃത്യമായ വിശ്വാസം നിലനിർത്തുന്നുവെങ്കിൽ ഉലൈക ലഹുമുൽ അംന്, അവർക്കാ നിർഭയത്വം, അവർക്ക് ഒരു പേടി ഉണ്ടാവില്ല. എന്നാൽ ഈ നൂലും മന്ത്രവും ഏലസും ഒക്കെ ആയി നടക്കുന്നവർക്ക് എപ്പോഴും പേടിയാ, ബേജാറാ. അതുകൊണ്ട് വിശ്വാസരംഗത്ത് നിന്ന് നമ്മൾ പുറകോട്ട് പോകുമ്പോ നമ്മൾ ഈ കുറുക്കു വഴികളൊക്കെ നമ്മൾ തേടും. അപ്പം നമ്മൾ വളരെ കൃത്യമായി നമ്മുടെ വിശ്വാസത്തെ അത് രൂഢമൂലമാക്കിയെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഈ അടുത്ത് നമ്മൾ ശ്രദ്ധിച്ചില്ലേ, ജൂലൈ 5-ാം തീയതി ഇപ്പൊ ഓരോ വർഷവും പുതിയ സിദ്ധന്മാരും പുതിയ ശാസ്ത്രജ്ഞന്മാരെന്ന് പേരൊക്കെ പറഞ്ഞിട്ട് ഈ ജ്യോതിഷമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആളുകളെ വല്ലാതെ ഇബ്ലീസിന്റെ പണിയെടുക്കുക. എന്നിട്ട് അതിൽ മനുഷ്യൻ അങ്ങോട്ട് എന്താ ആശങ്കപ്പെടുക. ഇപ്പൊ നമുക്കറിയാം, ജപ്പാനിലെ റിയോ തെൽസുക്കി ഒരു കലാകാരിയാണ്. അവളല്ലേ പറഞ്ഞത് ജൂലൈ 5-ന് ജപ്പാനിൽ അതിഭയങ്കരമായ, അത് സമയടക്ക സുബഹിക്കിന്റെ സമയത്താണ് 4:18, ജൂലൈ 5 4:18 ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാകും ജപ്പാനിൽ മാത്രമല്ല, ചൈനയിലും തൈവാനിലും ഉൾപ്പെടെ പ്രശ്നങ്ങൾ ഉണ്ടാകും. വലിയ ഭൂകമ്പം, അല്ലെങ്കിൽ മാത്രമല്ല ജപ്പാനിന്റെ അതുപോലെ ഫിലിപ്പൈനിന്റെയും ഇടയിൽ സമുദ്രം അങ്ങ് കത്തുന്നാ പറഞ്ഞത്. അതിന് കണക്ക് വരുന്നത് 3.6 മില്യൺ ഡോളറിന്റെ നഷ്ടമാണത്രേ ഉണ്ടായത്. ഈ ആളുകൾ ഇതിലങ്ങ് വിശ്വസിച്ച് നോക്കണങ്ങള്. എന്നിട്ടങ്ങ് ജപ്പാൻ ഉൾപ്പെടെ, ചൈന ഉൾപ്പെടെ, തൈവാൻ ഉൾപ്പെടെ എല്ലാം സ്തംഭിച്ചു പോയി. അതിന്റെ നഷ്ടം കണക്കാക്കി പറഞ്ഞതാ 3.6 മില്യൺ ഡോളർ. ഞാൻ സൂചിപ്പിക്കുന്നത് ഈ ജാതി അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നു. അടിസ്ഥാനമായ വിഷയം എന്താ? പരിശുദ്ധ ഖുർആനിന്റെ ഈ വാചക, ലാ യഅലമുൽ ഗൈബ ഇല്ലല്ലാഹ്, അദൃശ്യമായ കാര്യം അല്ലാഹുവല്ലാതെ അറിയില്ല. എന്നിട്ട് ഇവളുടെ പേരിൽ പറയുന്നു 2011 സുനാമി, അത് കഴിഞ്ഞിട്ട് വന്ന കൊറോണ, ഇതൊന്നും നമ്മളാരും കേട്ടിട്ടില്ല. പിന്നെ ചേർത്തി വെച്ച് പറയാ ഇതൊക്കെ ഇവള് പറഞ്ഞതാണ്. ഈ കലാകാരി അത് റിയോ തെൽസുക്കി പറഞ്ഞതാണത്രേ. എന്ത് പച്ച നുണയാ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്നിട്ട് ഇതില് ഞാൻ പറഞ്ഞു വരുന്നതാ, തവക്കുൽ, അള്ളാഹുവിൽ തവക്കുലില്ലാതിരിക്കുമ്പോ ഇമ്മാതിരിയൊക്കെ നമ്മളെ വിശ്വാസം വഴിതെറ്റിപ്പോകും. അപ്പൊ നമ്മൾ ഈ ജാതി പുതിയ ആളുകൾ രംഗത്ത് വരുമ്പം നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾക്കറിയാലോ, ഒരു സാധാരണ നമ്മുടെ അടുത്തുകൂടി വരുന്ന ഒരു കൈനോട്ടക്കാരൻ അല്ലെ, ഒരു പക്ഷിശാസ്ത്രം പറയുന്നവൻ, അവൻ നമ്മളെ വീടിന്റെ ഉമ്മറത്തുകൂടി കയറി ഇറങ്ങിയിട്ട് അവൻ പറയുന്നത് വിശ്വസിച്ചാൽ നമ്മൾ മുശ്രിക്കായി എന്ന് ഞാനല്ല, മുഹമ്മദ് റസൂലുള്ളാഹ്. മൻ അതാ അറാഫൻ ഔ കാഹിനൻ, ഏതെങ്കിലും ഒരു ജ്യോത്സ്യം വന്നു, ഏതെങ്കിലും ഒരു കൈനോട്ടക്കാരൻ വന്നു, എന്നിട്ട് ഫസദ്ദഖഹു, അവൻ പറയുന്നത് വിശ്വസിച്ചാൽ, ബിമാ യഖൂൽ, അവൻ പറയുന്നത് വിശ്വസിച്ചാൽ, ഫഖദ് കഫറ, അവൻ അവിശ്വാസിയായി, ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് റസൂലുള്ളാഹിക്ക് അവതരിപ്പിച്ച പരിശുദ്ധ ഖുർആനിനെ അവൻ നിഷേധിച്ചു എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമാണ്. അപ്പം നമ്മുടെ ഗൈബിയായ അദൃശ്യമായ കാര്യം ആരാ നമുക്ക് വരാനുള്ള കാര്യം ആരാ പറയാ? അള്ളാഹുവാണ് ഇതെല്ലാം. അതല്ലേ നമ്മൾ ഈ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുന്നത്? അല്ലാഹുമ്മ ലാ മാനിയ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത. അള്ളാഹു നൽകിയതിനെ തടയാനോ അള്ളാഹു തടഞ്ഞതിനെ വേറൊരാൾക്ക് തരാനോ കഴിയില്ല
എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നത് അതല്ലേ? അപ്പൊ നമ്മുടെ വിശ്വാസമാണ് നമ്മൾ നിയന്ത്രിക്കേണ്ടത്. കൃത്യമായ വിശ്വാസം നിലനിർത്തി മുന്നോട്ട് പോയാൽ ഇഹലോകത്തും പരലോകത്തും നല്ല ജീവിതം കിട്ടുമെന്ന് അള്ളാഹു അവന്റെ പരിശുദ്ധ ഖുർആനിലൂടെ മുഹമ്മദ് റസൂലുള്ളാഹി വളരെ കൃത്യമായി നമുക്ക് വിശദീകരിച്ചു തരുന്നു. ഇങ്ങനെ നമ്മുടെ വിശ്വാസത്തിന് കരുത്തു പകരാൻ, അതിന് ഊർജം കിട്ടുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ നടത്തേണ്ടത്. അള്ളാഹുവാണ് രക്ഷകൻ എന്ന വിശ്വാസം അത് അടിയുറച്ച് വിശ്വസിക്കുകയും അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്യുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. ഉസല്ലി വ ഉസല്ലിമു അലാ നബിയ്യിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്തഖുല്ലാഹ സാനിയം ബിത്തഖ്വല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്. ഇന്ന് 2025 ജൂലൈ 11. 989 മുതൽ ഇന്നത്തെ ദിവസത്തിന് നൽകിയിട്ടുള്ള പേര് ലോക ജനസംഖ്യാ ദിനം എന്ന്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 1-2 സംഗതികൾ. ഇത് പ്രഖ്യാപിക്കുമ്പോൾ 500 കോടി എത്തിയപ്പോൾ ഇന്ന് 89 കഴിഞ്ഞ് 2025 ആയപ്പോഴേക്ക് 850ഓളം കോടി, 800-ലധികം 850ഓളം കോടി ജനങ്ങളുണ്ടെന്നാണ് കണക്ക്. എന്തിനാ ഇത് കൊണ്ടുവന്നത്? ജനസംഖ്യ തടയിടാൻ വേണ്ടിയിട്ടാണ്. ജനപ്പെരുപ്പം തടയാൻ, അത് കുറക്കണം പോലും. കാരണം ജനപ്പെരുപ്പമാണ് ലോകം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി, ഏറ്റവും വലിയ പ്രശ്നം എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ നിയമം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഓർമ്മപ്പെടുത്തലുകൾ കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷെ നമ്മൾ അറിയേണ്ടതും എല്ലാ രാഷ്ട്രവും അംഗീകരിച്ചതുമായൊരു വസ്തുത ഉണ്ട്. അത് നിഷേധിക്കാൻ കഴിയില്ല. ഏതൊരു രാഷ്ട്രത്തിൻ്റെയും പ്രധാനമായ സമ്പത്ത് എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യവിഭവശേഷിയാണ്. ഇതെല്ലാവരും അംഗീകരിച്ചു. പക്ഷെ ചൈന, റഷ്യ ഇവരെ ആദ്യം ഇത് തടയാൻ ശ്രമിച്ചു. കുട്ടികൾ വേണ്ട. അവസാനം ഇപ്പം എല്ലാം ഉള്ളവരൊക്കെ വയസ്സന്മാരായി. എല്ലാവരും വയസ്സന്മാർ, ജോലി ചെയ്യാൻ ആളില്ല. അവസാനം വരുന്ന പ്രസവിക്കുന്ന കുട്ടികൾ ഉണ്ടാവണം എന്ന തീരുമാനത്തിലെത്തുകയും അവർക്ക് എല്ലാവിധ ആനുകൂല്യങ്ങളും പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് ഇപ്പോൾ എത്തി. റഷ്യയും അങ്ങനെ തന്നെ താവഴി പിൻപറ്റിക്കൊണ്ടിരിക്കുക. അപ്പം പറഞ്ഞു വരുന്നത്, ഇതൊക്കെ നമ്മുടെ ബുദ്ധി കൊണ്ടെടുക്കുന്ന ചില തീരുമാനങ്ങളാണ്. ഇതൊക്കെ പിശാചാണ് ഈ ഏർപ്പാട് ചെയ്യുന്നതെന്നാണ്. ഖുർആൻ വളരെ കൃത്യമായി ഇതിനെ സംബന്ധിച്ചൊക്കെ വളരെ കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. അശ്ശൈത്വാനു യഇദുകുമുൽ ഫഖർ. ഇവിടെ ദാരിദ്ര്യം എന്ന് പറയുന്നത് അതിനെ പേടിപ്പിച്ച് നിർത്തുന്നത് ആരാ? ദാരിദ്ര്യം എന്ന് പറഞ്ഞ കോത്താമ്പി, ദാരിദ്ര്യം എന്ന കോത്താമ്പി കാണിച്ച് പേടിപ്പിക്കുന്നത് ശൈത്താന, ഇബ്ലീസാണ്. വയഉമുറുകും ബിൽ ഫഹ്ശാ, മ്ലേച്ഛമായ വൃത്തികെട്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നിർബന്ധിക്കുന്നതും ആരാ? ഇബ്ലീസ്. ഈ ഇബ്ലീസിന്റെ പണിയെടുക്കുന്ന ആളുകളെയാണ് നമ്മൾ കാണേണ്ടത്. അപ്പൊ ഈ ദാരിദ്ര്യത്തെ പേടിപ്പിക്കുന്നത്, നീചവൃത്തികൾക്ക് പ്രേരണ നൽകുന്നത് ഇതൊക്കെ ഇബ്ലീസാണ് എന്ന് വളരെ കൃത്യമായി ഖുർആൻ നമ്മുടെ മുമ്പിൽ വരച്ചു കാണിച്ചു തരുന്നു. പിന്നെ പരിശുദ്ധ ഖുർആൻ ഇവിടെ എത്ര ആളുകൾ വന്നാലും ഒരു കുട്ടിയെപ്പോലും, ഗർഭസ്ഥ ശിശുവിനെപ്പോലും കൊല്ലരുതെന്ന് പഠിപ്പിച്ച ഏക മതം ഇസ്ലാം മാത്രമാണ്. വലാത്തക്കുത്തുലു. ഇതിനൊക്കെ ഈ ജനപ്പെരുപ്പം തടയണം എന്ന് പറയുന്ന ആളുകൾ ആരോ ആവട്ടെ, അവരൊക്കെയും പറയുന്നത് ഇവിടെ ദാരിദ്ര്യം വർദ്ധിക്കും, ദാരിദ്ര്യമാണ്, പോറ്റാൻ കഴിയില്ല. നമുക്കറിയാലോ, നമ്മളെ നാട്ടിൽ തന്നെ ആദ്യം കുട്ടികൾ 2-3, എന്നിട്ട് ഒരമ്മയുടെയും ഒരച്ഛൻ്റെയും
ഒരു ബാപ്പയുടെയും ഒരു ഉമ്മയുടെയും 3 മക്കളെയും ഒരു ഫോട്ടോ വെച്ചിട്ടായിരുന്നു ആദ്യം നമ്മുടെ സെന്ററുകളിലൊക്കെ ഉണ്ടായിരുന്നത്, 2 or 3. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെന്തായി, ആണായാലും പെണ്ണായാലും 2. അവിടേക്കാണ് പിന്നീട് വന്നത്. അതും കഴിഞ്ഞ് പിന്നീട് വന്നതെന്താ, ആദ്യം 2 or 3, പിന്നെ നാം 2, നമുക്ക് 2. അത് കഴിഞ്ഞ് 3ാമത് വന്ന് കണ്ണേ 1. അങ്ങനെ 1ലേക്ക് ഇങ്ങനെ ചുരുക്കി കൊണ്ടുവന്ന് പുതിയ പുതിയ ഭാഷകൾ അവതരിപ്പിച്ച് നമ്മെ ഈ രംഗത്തേക്ക് ഇങ്ങനെ കൊണ്ടുവന്നു അല്ലേ. ഇനി നമ്മളെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മൾ എന്താണ്, നമ്മൾ ആരോടാണ് ഈ വെല്ലുവിളി, നമ്മൾ ആരോടാണ് ഈ വേണ്ടാത്തരങ്ങൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത്? ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അള്ളാഹു വളരെ കൃത്യമായി പറയുന്നത്, വലാ തഖ്തുലു ഔലാദക്കും, നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ കൊല്ലരുത്, വധിക്കരുത്, ഖശ്യത ഇംലാഖിൻ, ദാരിദ്ര്യം പേടിച്ചുകൊണ്ട്. അത് അള്ളാഹു ആധികാരികമായി പറയാൻ, അള്ളാഹു ആണ് നഹ്നു നർസുഖുഹും, നാം ആണ് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത്, വയ്യാക്കും, നിങ്ങൾക്കും അവർക്കും ഭക്ഷണം കൊടുക്കുന്നത് നാം ആണെന്ന് അള്ളാഹു ആണ് ആധികാരികമായി പറയുന്നത്. ഇന്ന ഖത്ലഹും കാന ഖിത്അൻ കബീറ, ഏറ്റവും വലിയ തെറ്റാണ് ആ പ്രവർത്തനം എന്ന് വളരെ കൃത്യമായി അല്ലാഹു തആല നമ്മെ ബോധ്യപ്പെടുത്തുക. പിന്നെ ദാരിദ്ര്യത്തെ പേടിച്ചിട്ട് ഇവിടെ ജനപ്പെരുപ്പം തടയണോ? ഭ്രൂണഹത്യക്കെതിരെ, പെൺകുട്ടികളെ കുഴിച്ചു മൂടുന്നതിനെതിരെ ശക്തമായ നിലപാടെടുത്ത ഏക മതം അത് ഇസ്ലാം മാത്രമാണ്. അപ്പം നമ്മൾ ചെയ്യേണ്ടത്രയുള്ളൂ, നമ്മൾ ഇസ്ലാമാകണം, നമ്മൾ മുസ്ലിം ആകണം. ഒരു പേരും പേടിക്കണ്ട, അള്ളാഹുവിന്റെ സംരക്ഷണം നമ്മൾക്കുണ്ടാകും. അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് വിധേയമായി അള്ളാന്റെ നിയമത്തിനെതിരെ പ്രവർത്തിക്കുകയാണോ പിന്നെ പ്രശ്നം. അതുകൊണ്ട് അള്ളാഹുവിന്റെ നിയമം അത് കൃത്യമായി അള്ളാഹു അവന്റെ വേദഗ്രന്ഥത്തിലൂടെ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ അത് പഠിക്കാൻ നമ്മൾ തയ്യാറാവണം. അങ്ങനെ നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമപ്പെടുത്തുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാകും, ധന്യതയുണ്ടാകും, അള്ളാഹുവിൻ്റെ സംരക്ഷണവും അവൻ്റെ കാവലും ഏത് സമയത്തും നമുക്കെല്ലാവർക്കും ഉണ്ടാകും. അങ്ങനെ അള്ളാഹുവിന് വഴിപ്പെട്ട് കീഴ്പ്പെട്ട് ജീവിക്കുന്ന മുഅ്മിനുകളിൽ, മുത്തഖികളിൽ അള്ളാഹു തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന തെറ്റുകളും കുറ്റങ്ങളുമെല്ലാം അള്ളാഹു തആല അവൻ്റെ മഹത്തായ ഫദ്ല് കൊണ്ട് അതെല്ലാം അള്ളാഹു നമുക്ക് വിട്ടു പുറത്ത് മാപ്പാക്കി തീരുമാറാവട്ടെ. ഒരുപാട് ആളുകൾ പ്രയാസപ്പെടുന്നവരുണ്ട് എല്ലാ രംഗത്തും. അവരുടെയൊക്കെ പ്രയാസങ്ങൾ അള്ളാഹു തആല ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ. രോഗികളായി കിടക്കുന്ന ആളുകൾ, വീടുകളിലും ആശുപത്രികളിലുമൊക്കെ കഴിഞ്ഞുകൂടുന്ന വേദനകൾ കടിച്ചമർത്തി മാറാരോഗങ്ങൾക്ക് അടിമപ്പെട്ട് കഴിയുന്ന എത്രയെത്ര ആളുകൾ, പ്രായം ഭേദമന്യേ ഇതനുഭവിക്കുന്നവരുണ്ട്. അള്ളാഹുവേ, അവരുടെയൊക്കെ രോഗങ്ങൾക്ക് ശിഫ നൽകി അനുഗ്രഹിക്കണേ അള്ളാഹുവേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, സ്നേഹിതന്മാർ, ഭാര്യ ഭർത്താക്കന്മാർ, അള്ളാഹുവേ അവർക്കെല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരെ അനുഗ്രഹിക്കണേ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളെയും അവരെയും അള്ളാഹുവേ നീ ഒരുമിച്ച് കൂട്ടണേ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم اجعلنا من المسلمين واجعلنا من المتقين واجعلنا من المخلصين. اللهم مقلب القلوب ثبت قلوبنا على دينك. اللهم مصرف القلوب صرف قلوبنا على طاعتك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.